ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കഴുത്ത് മടക്കിയടിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴുത്ത് എങ്ങനെ മടക്കിയടിക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് മടക്കിയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ചുരിദാറായാലും നൈറ്റി ആയാലും മാക്സി ആയാലും നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് മറ്റൊരു തുണിയേമേൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലൊരു ചോക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്താൽ ഷോൾഡറിൻ്റെ ആ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ അടിയിൽ എന്ത് തുണി വേണമെങ്കിലും നമുക്ക് മടക്കിയടിക്കാനായിട്ട് എടുക്കാം. സെയിം തുണി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള തുണി മടക്കിയടിക്കാൻ എടുക്കാം. കാരണം ഇത് നമ്മൾ കാണുന്നില്ല, ജസ്റ്റ് അത് മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് വെച്ചിട്ട് ഇതാ നമ്മൾ മാർക്ക് ചെയ്തേമ കൂടെ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് വിട്ടാട്ടോ. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക കേട്ടോ. കണ്ടോ, ഇത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ വെട്ടിയിട്ടുണ്ടല്ലോ ഈ റൗണ്ട് ഷേപ്പ്, അതേ ആകൃതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ താഴത്തോട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ ഇതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് മുറിച്ച് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്, അതൊരു പെർഫെക്റ്റായിട്ട് എങ്ങനെ അടിക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ ഇതാ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്കിത് വെട്ടി മാറ്റാം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഫുള്ളായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ തുടക്കക്കാർക്ക് എപ്പോഴും എന്താ ഡൗട്ടായിരിക്കും. നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോവാത്തവർക്കും വീട്ടിലിരുന്ന് തയ്ക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും എന്താ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും. നമ്മൾ വേറെ പുറത്ത് പോയി പഠിക്കുന്നുണ്ടാവില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ വീഡിയോസ് കാണിക്കുന്നുണ്ട് എല്ലാതും. ഇപ്പോൾ ചുരിദാറായാലും എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നത് അതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുള്ള തുണി നമ്മുടെ ഇപ്പോൾ ചുരിദാറാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ നൈറ്റി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റ് അളവല്ലേ എന്നുള്ളത്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും താഴത്തറ്റ് എന്ത് ചെയ്യുക, ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ അതിന് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള തുണി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന തുണിയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വളയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുത്ത് മടക്കി അടിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൽ ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഡൗട്ട്സ് ചോദിക്കുന്നവർക്ക് ഞാൻ കറക്റ്റ് ഇത് പറഞ്ഞു തരാറുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ, നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴത്തെ വശം എന്ത് ചെയ്യണം, രണ്ട് ആക്കി മടക്കിയിട്ട്, അതായത് രണ്ട് മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് തുണി അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില തുണികൾ എന്താ പെട്ടെന്ന് പിഞ്ഞി ഇങ്ങനെ പോകുന്ന തുണികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ തുണികൾ നമ്മളിതുപോലെ ഏറ്റവും താഴത്തെ ഭാഗം ഇതുപോലെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫിനിഷായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മടക്കിയത്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും താഴത്തെ വശം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മടക്കിയിട്ടുണ്ട്, ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കഴുത്ത് നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് മടക്കിയെടുക്കേണ്ടവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് തോന്നുന്നു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈനിങ് ഇല്ലാണ്ട് എങ്ങനെയാണ് മടക്കിയടിക്കാമെന്ന്. അപ്പോൾ ഇതുപോലൊരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് അത് ജസ്റ്റ് ഇതുപോലെ വെച്ചൊന്ന് മടക്കിയടിച്ചാൽ മാത്രം മതി. ലൈനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ അടിച്ചിട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ ലൈനിങ്ങോടുകൂടി തന്നെ എന്ത് ചെയ്യുക, കഴുത്ത് മടക്കിയടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ലൈനിങ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലൊരു ചെറിയ തുണി എന്ത് ചെയ്യുക, വെട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിത് മടക്കി ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് റൗണ്ട് നെക്ക് നമ്മൾ അടിക്കുമ്പോൾ ഇതുപോലെ വേണം കേട്ടോ. ജസ്റ്റ് ഇത് പൊക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. അതിൻ്റെ തന്നെ നമ്മൾ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. നമുക്ക് നെക്ക് ഇതുപോലെ മടക്കി അടിക്കുന്നവർക്ക്, ആദ്യമായിട്ടൊക്കെ മടക്കി അടിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ നമ്മൾ വളച്ചാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വെച്ചാലും ഫിനിഷായിട്ട് ഇല്ലാണ്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് റൗണ്ട് നെക്ക് എങ്ങനെ അടിക്കുക എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം നമ്മൾ ഫിനിഷ് ചെയ്തടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഉള്ളിലോട്ട് ഇതുപോലെ മടക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ അടിക്കണം. അപ്പോൾ അടിക്കുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ റൗണ്ട് നെക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ തുണികളിൽ എന്ത് ചെയ്യുക, മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇതുപോലെ തുണികൾ റൗണ്ടിൽ വെട്ടിയെടുക്കുക. അതിന് ശേഷം അതൊന്ന് മടക്കി അടിച്ച് ഒന്ന്
ഫിനിഷായിട്ട് അടിക്കാനായിട്ട് പഠിക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ റൗണ്ട് നെക്കൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ആദ്യമൊക്കെ അടിക്കുന്നവർക്ക്. അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ടൊക്കെ മടക്കുമ്പോൾ മടങ്ങാണ്ടിരിക്കുക, അതുപോലെ തന്നെ ഫിനിഷ് ഇല്ലാണ്ട് തോന്നുക, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ തുണികൾ എടുത്തിട്ട് നമ്മൾ അതൊക്കെ സെപ്പറേറ്റ് പഠിക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ടൈലറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഏറ്റവും താഴത്തെ വശം മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആദ്യത്തെ പോലെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പുറത്താണ് ഈ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇത് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ താഴത്തെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽ പുതിയ ഇപ്പോൾ നൈറ്റിക്കായാലും ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ പീസ് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ക്കേണ്ടത് ഇത് മോഡൽ തന്നെയാണ്, ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ അങ്ങനെയൊക്കെ തയ്ക്കുക. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് കഴുത്ത് മടക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അടിക്കണം. ആ ഒരു വളവുണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കുത്തി നിർത്തിയിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വളയ്ക്കുമ്പോൾ വളയാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കുക, അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം അതിൽ മിക്കവർക്കും മിസ്റ്റേക്ക് പറ്റും. കാരണം റൗണ്ട് അടിക്കുമ്പോൾ റൗണ്ട് അല്ലാണ്ടായി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഒന്ന് മറച്ചിടണം, ഉള്ളിലോട്ട് ഇങ്ങനെ മറച്ചിട്ടിട്ട് ബാക്കി. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയും കൂടെ ഒന്ന് അടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനൊരു പെർഫെക്റ്റ് കിട്ടും. കണ്ടോ, ഇതുപോലെ ഈ സെൻറ്റർ ഭാഗത്ത് കൂടെ അടിച്ച് പോകണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ ചുരിദാറും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇതുപോലെ മാറ്റി ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ടിട്ട് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലോട്ട് മടക്കണം കേട്ടോ. നമ്മൾ ഇപ്പോൾ നല്ല പറമാണ്, നിങ്ങൾ ഈ കാണുന്ന വയലറ്റിൻ്റെ നല്ല പറമാണ്, അതിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി ഉള്ളിലോട്ട് ഇത് മടക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി ഉള്ളിലോട്ട് ഇത് മടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ അറ്റത്ത് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് ഉള്ളിൽ കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കണ്ടോ. ഇതിങ്ങനെ ഉള്ളിലോട്ട് വരും മൊത്തം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അറ്റത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ കഴുത്ത്. പിന്നെ കഴുത്തിൽ അങ്ങനത്തെ ഭംഗി കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉള്ളിലോട്ട് മടക്കുമ്പോൾ ആ ഫിനിഷിങ് കിട്ടാനായിട്ട്, ഉള്ളിലേക്ക് മടക്കുമ്പോൾ അത് ഒരു ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് മടക്കല്ലേ, അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ സ്പേസിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ ആദ്യമൊക്കെ തുന്നുന്നവർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ചതുരം കഴുത്തും വീക്കഴുത്തൊക്കെ ഫിനിഷിംഗ് ആയിട്ടാണ് തോന്നുന്നു ഏറ്റവും. അതിനുശേഷം നമ്മുടെ നെക്ക് തുന്നാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. റൗണ്ട് നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിംഗ് കുറവ് നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. തുടക്കക്കാർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് പണിയായിരിക്കും. പിന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം തയ്ക്കലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷായിട്ട് തന്നെ തയ്ക്കാം. അപ്പോൾ ഈ റൗണ്ട് നെക്ക് ഇതുപോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് തുണികളൊക്കെ എടുത്തിട്ട് എപ്പോഴും തയ്ച്ച് പഠിക്കണം കേട്ടോ എപ്പോഴും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു തുണി, അത് നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷിംഗ് ആയിട്ടിരിക്കും കണ്ടോ. ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം റൗണ്ടായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ നമ്മൾ ചുരിദാർ തന്നെ വെട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് വെട്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് മടക്കിയൊക്കെ അടിച്ച് ഒന്ന് ശീലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ആദ്യമൊക്കെയായിട്ട് തുന്നുന്നവർക്ക്, ആദ്യമായിട്ട് തുന്നണവരെപ്പോഴും ചെയ്യേണ്ടത്, തുന്നലറിയില്ല, തുന്നാൻ ഇതുവരെ തുന്നിയിട്ടില്ല എന്നുള്ളവരുണ്ടല്ലോ, അവർ ആദ്യം തന്നെ സ്ട്രെയിറ്റ് ലൈൻ, റൗണ്ട്, അതുപോലെ തന്നെ യു, അതുപോലെ തന്നെ ഓരോ ചതുരം, ഇതൊക്കെ എന്ത് ചെയ്യണം, വരയ്ക്കുക. ആദ്യം തന്നെ ചോക്ക് ഉപയോഗിച്ച് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായ ലൈനിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുക.
അപ്പോൾ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ വേറെ തുണി നമുക്ക് ആവശ്യമില്ലാത്ത തുണിയിൽ ഇതുപോലെ വരച്ച്. പിന്നെ നമ്മുടെ സിംഗിൾ മെഷീനിൽ ചില തുണികൾ എന്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് പെടാണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ചില സോഫ്റ്റ് ബനിയൻ ടൈപ്പ് തുണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തുണികളൊക്കെ നമ്മുടെ സിംഗിൾ മെഷീനിൽ ചില നേരത്ത് സ്റ്റിച്ചിങ് പെടില്ല. അപ്പോൾ നമ്മൾ കാര്യം ചെയ്താൽ മതി, അതിൻ്റെ മേലെ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ പിടിയും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ തയ്ക്കുന്നവർക്ക് ബനിയൻ ടൈപ്പ് തുണികളൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പെടാണ്ടൊക്കെ ഇരിക്കും. ഇങ്ങനെ കാണിയിൽ തന്നെ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം മെഷീനൊന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്താ ചെയ്യുക, അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള നൂലും സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എക്സ്ട്രാ നിൽക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ടോപ്പുകൾക്ക് നമ്മൾ തുണിയൊക്കെ എടുത്ത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനിപ്പോൾ അത്ര റേറ്റൊന്നുമില്ല. നമുക്ക് ഇത് മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് നമുക്ക് തന്നെ ചെറിയ വർക്കുകളൊക്കെ തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. കഴുത്തൊക്കെ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് കളർ തുണികളിലൊക്കെ അതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വർക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ, നമ്മുടെ നെക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.